أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ദാസീദാസന്മാരായി, വിനീത വിധേയരായ അടിമകളായി, സൽക്കർമ്മനിരതമായി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വയിലൂടെ ധർമ്മനിഷ്ഠ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പരീക്ഷണങ്ങൾക്ക് നടുക്കാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 126-ാമത്തെ ആയത്താണ് ആമുഖമായി ഈ സന്നിഗ്ധമായ സവിശേഷമായ ഈ പരീക്ഷണ സമയത്ത് എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. മനുഷ്യ ഹൃദയങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന, കരൾ പിളർക്കുന്ന സങ്കടകരമായ കാഴ്ചകളാണ് സമീപ ജില്ലയായ വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തര കർണാടകയിലെ ശിരൂര് മണ്ണിടിച്ചിൽ അകപ്പെട്ട സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ, അതിൻ്റെ കാഴ്ചകൾ ലൈവായി ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നതിനിടക്ക് തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ നിന്നെന്നോണം നമ്മുടെ സംസ്ഥാനത്ത്, ഈ കൊച്ചു കേരളത്തിൽ 1924 ഒരു വലിയ പ്രളയമുണ്ടായത് എങ്കിൽ പിന്നീട് മഹാപ്രളയത്തിന് മലയാളികൾ സാക്ഷികളായത് 2018 എന്നാൽ 1924 മഹാദുരന്തത്തിൽ നിന്ന് 100 വർഷം എത്തുന്ന സമയത്ത് 2024 വയനാട് ജില്ല, അവിടെ സംഭവിച്ച ഏറെ ദാരുണമായ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി, ആഗോള ശ്രദ്ധ ലഭിക്കുന്ന വിധത്തിലുള്ള വലിയ ഒരു കെടുതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അകപ്പെട്ടവർക്ക് അതിജീവനം നൽകുമാറാകട്ടെ. വീടും സമ്പത്തും ഉടപ്പിറപ്പുകളെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് പടച്ചറബ് പല വിധത്തിലുള്ള പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ ദറജ, ആ വലിയ പരീക്ഷണം ഏറ്റുവാങ്ങിയതിലൂടെ ആ മരണത്തെ ആ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെയും ഇനിയുള്ളവരെയും എല്ലാം അത്തരത്തിലുള്ള കെടുതികളെ തൊട്ട് നാഥാ നീ സംരക്ഷിക്കണമേ നാഥാ. അവരിലേക്കുള്ള സഹായ ഹസ്തങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലും പല അർത്ഥത്തിലും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സേവനം കൊണ്ടും ശ്രദ്ധ കൊണ്ടുമൊക്കെ സജീവരായി തീരാൻ മാനവകതയ്ക്ക് നീ ശക്തി പകരണമേ നാഥാ. ആ മേഖലയിൽ ഞങ്ങൾ കൊടുക്കുന്നതും നിർവഹിക്കുന്നതുമായ എല്ലാ കർമ്മങ്ങളെയും സ്വാലിഹായ സൽക്കർമ്മമായി നീ സ്വീകരിക്കണമേ. നടന്ന പരീക്ഷണത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പരിപൂർണ വിധേയരായി നിനക്ക് വഴിപ്പെടുന്ന വിവേകശാലികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. സൂറത്തു തൗബയിലെ 126-ാമത്തെ ആയത്ത് അഥവാ ആമുഖമായി ഓതിവെച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മോട് സംസാരിക്കുകയാണ്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. അവലാ യറൗന, അവർ കാണുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ നോക്കുന്നില്ലേ, അന്നഹും തീർച്ചയായും അവർ യുഫ്തനൂന ഫീ കുല്ലി ആമിൻ,
എല്ലാ വർഷവും അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മറത്തൻ ഔ മറത്തൈന്, ഒരു തവണ അതല്ലെങ്കിൽ 2 തവണയെങ്കിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലൂടെ ഇന്നും പ്രതിവർഷം നടന്നുകൊണ്ടിരിക്കുന്ന പല പരീക്ഷണങ്ങളിലേക്കും വെളിച്ചം നൽകി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചിന്തിപ്പിക്കുകയാണ്, നമ്മോട് ചോദിക്കുകയാണ്. ഒരു വർഷത്തിൽ 1 തവണ അതല്ലെങ്കിൽ 1-ലധികം തവണ അവർ പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ നോക്കുന്നില്ലേ? സുമ്മലാ യതൂബൂന, അങ്ങനെ ആ നോട്ടം പ്രവർത്തനമായി, പശ്ചാത്താപമായി, പടച്ച റബ്ബിലേക്കുള്ള വിനയപ്പെടുന്ന മടക്കമായി, വലാഹും യദ്ദക്കറൂൻ, അതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ പാഠമായി, ചിന്തയായി അതിനെ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതെ, മനുഷ്യ സമൂഹം പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലാണ്. ഈ വർഷം തന്നെ നമുക്കറിയാൻ നടന്ന പരീക്ഷണങ്ങള്, അതേപോലെ തന്നെ പ്രളയങ്ങള്, ഉരുൾപൊട്ടലുകള്, ഇതിപ്പോ കേരളത്തിൽ സ്വാഭാവികമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രമെടുത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, പല വിധത്തിലുള്ള ദുരന്തങ്ങൾക്ക് നമ്മുടെ രാജ്യം തന്നെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിലെ, ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനം, ഉത്തരാഖണ്ഡിലും മലയിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിൽ പ്രകൃതിക്ക് മേൽ മനുഷ്യന്റെ സമരസപ്പെടൽ അന്യായമായി കൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തമായി കൊണ്ട് മനുഷ്യർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന്. ഇരിക്കുന്ന കൊമ്പിനെ മുറിച്ചുകൊണ്ട് അവിവേകിയായി അതിന്റെ കെടുതിയിൽ തന്നെ ചെന്ന് ചാടുന്നുണ്ടോ മനുഷ്യനെന്ന് ഈ സമയത്ത് ചിന്തിക്കണം. വലാഹും യദ്ദക്കറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പറഞ്ഞു വെച്ചതല്ല. പരീക്ഷണങ്ങൾ പല വിധത്തിലാണ് നമുക്കിടക്ക് നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വരല്. അത് പാഠമായി, അതേപോലെ തന്നെ ചിന്തയായി, പുനരാലോചനയായി, അതേപോലെ തിരിച്ചറിവിന്റെ നല്ല പാഠങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ശിക്ഷ എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നാണ്. ചില ദുരന്തങ്ങളെ, ചില കെടുതികളെ അല്ലാഹു ശിക്ഷയായി നൽകും. വിശുദ്ധ ഖുർആനില് പല സ്ഥലങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. പല സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ പരീക്ഷണം എന്നോണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങളും കെടുതികളും ഒക്കെ ഉണ്ടാക്കും, അയക്കുമെന്നാണ്. പരീക്ഷണം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാല്, സമ്പത്ത് കുറയും. വൽ അൻഫുസ്, ഉടപ്പിറപ്പുകളെ, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടും, അവർ മരിച്ചു പിരിയുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകും. ആ സമയത്ത് വബശ്ശിരിസ് സാബിരീൻ, സഹനം അവലംബിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത പ്രവാചകരെ താങ്കൾ അറിയിക്കുക എന്ന്. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ പറയുമെന്നാണ്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, വല്ല തരത്തിലുള്ള മുസീബത്തുകളെ, അത് മഴക്കെടുതികളായി വരാം, ഉരുൾപൊട്ടലുകളായി വരാം, അസുഖങ്ങളായി വരാം, മഹാമാരിയായി വരാം. ഏത് പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാലും അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ, അവർ പറയുന്നതാണ് ഇന്നാ ലില്ലാഹ്, തീർച്ചയായും ഞങ്ങളൊക്കെ പടച്ച റബ്ബിനുള്ളവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞങ്ങൾ മടങ്ങാനുമുള്ളവരാണ് എന്നാണ്. ആ വിധത്തിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ രൂപത്തിലൊക്കെ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. അഥവാ ഇതിന്റെ 2ാം ഭാഗമാണ് സാധാരണക്കാരായ ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ, നമ്മെപ്പോലെ തിങ്കളാഴ്ച രാത്രിയിൽ മിഡ്നൈറ്റിൽ അവർ ഉറങ്ങിയവരാണ്, അവിടെ കിടന്നവരാണ് അവർ. ചൊവ്വാഴ്ച പ്രഭാതമായപ്പോഴേക്ക്, പിന്നീട് പ്രഭാതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളില് വയനാട്ടിലെ മേപ്പാടിയിലും ചൂരൽമലയിലും മുണ്ടക്കയിലും കിടന്നുറങ്ങിയ ആളുകള് മലപ്പുറം ജില്ലയിലെ ചാലിയാറിൽ മയ്യത്തായി മാറിയിട്ടുണ്ട് എന്ന ഏറെ സങ്കടകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത്രമേൽ നിസ്സഹായനാണ്. കഴിഞ്ഞ ഖുത്ബയിലെ 2ാമത്തെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങളൊക്കെ റബ്ബിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ്.
അള്ളാഹുവാണ് ഗനിയെ. നിങ്ങൾ ആസൂത്രണങ്ങൾ നടത്തും, നിങ്ങൾ പ്ലാനിങ്ങുകളൊക്കെ നടത്തും, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. പിറ്റേ ദിവസത്തെ പ്രഭാതത്തിലും പകലിലും ജീവിത സഞ്ചാരണത്തിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും മറ്റ് യാത്രകൾക്കും വേണ്ടിയുള്ള ഒരുക്കങ്ങളും തർത്തീബുകളും ഒക്കെ നടത്തിയായിരിക്കും നിങ്ങളെ രാത്രിയെ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുക. പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കണക്ക് കൂട്ടുന്നത് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമാണ്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് മീതെ അള്ളാഹുവിന് ചില കണക്ക് കൂട്ടലുകളുണ്ട്. നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറം അള്ളാഹ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഓറഞ്ച് അലേർട്ട് എന്നാ പറഞ്ഞത്, അതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകള്. ആ ദിവസം തിങ്കളാഴ്ച ഓറഞ്ച് അലേർട്ടാണ് വയനാട്ടിൽ കൊടുത്തത്. റെഡ് അലേർട്ടും അതിലുപരിയായിട്ടുള്ള ഗൗരവതരമായ നിർദ്ദേശങ്ങളും കൊടുത്ത് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സമയത്ത് ഓറഞ്ച് അലേർട്ട് കൊടുത്ത് അതിന്റെ ഒരു നിർഭയ സാഹചര്യത്തിൽ അവർ ഉറങ്ങുകയും ചെയ്തു. എന്നാൽ ഒരു മാസം കൊണ്ട് കേരളത്തിലെ ഒരു പ്രദേശത്ത് ലഭിക്കേണ്ട മഴ ഒരൊറ്റ രാത്രിയിൽ തന്നെ വയനാട് ചൂരൽമലയിലും ഉണ്ടക്കയിലും ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാം അതിൻ്റെതായ രൂപത്തിൽ നൽകുന്നവൻ മുകളിൽ ഒരുത്തനുണ്ട് എന്ന് തീർച്ചയായിട്ടും മനുഷ്യൻ മനസ്സിലാക്കണം. പല വിധത്തിൽ മനുഷ്യർ നിസ്സഹായരായി തീരും. അതാണ് അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആശ്രയം, അവനിലേക്കാണ് മടങ്ങാനുള്ളത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിലെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഉറങ്ങുന്ന സമയത്തൊക്കെ രാത്രിയില് അതേപോലെ തന്നെ എല്ലാ നമസ്കാര ശേഷവും നമ്മെ കൊണ്ട് പടച്ചറബ് പാരായണം ചെയ്യിപ്പിക്കുന്ന അധ്യായങ്ങളുണ്ട്. ഇഖ്ലാസും ഫലക്കും നാസും സുബൈക്ക് ശേഷം, ളുഹറിന് ശേഷം, അസ്റിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാഇന് ശേഷം പാരായണം ചെയ്യണം. മഗ്രിബിനും സുബൈക്കും ശേഷം ഇഖ്ലാസും ഫലക്കും നാസും 3 തവണ നിങ്ങൾ പാരായണം ചെയ്യണമെന്നാ പറഞ്ഞത്. അതിൽ ഫലക്കും നാസും മുഅവ്വദത്താനി ശരണം തേടൽ അധ്യായമാണ്. അതിലെ സൂറത്തുൽ ഫലഖ് പുലരി എന്നാണ് അതിന്റെ അർത്ഥം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ശരണം തേടുന്നു, രക്ഷ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ചതിന്റെ കെടുതിയിൽ നിന്ന് എന്നാണ്. അള്ളാഹു സൃഷ്ടിച്ചതിന്റെ കെടുതിയിൽ നിന്ന് അവനോട് രക്ഷ ചോദിക്കുകയാണ്. മഴ നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് മലവെള്ളപ്പാച്ചിലായി മാറിക്കഴിഞ്ഞാല് അല്ലെ, അത് വലിയൊരു പ്രളയമായി തീർന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള വെള്ളം തന്നെ നമുക്ക് പ്രയാസകരമായി തീരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അള്ളാഹ് സൃഷ്ടിച്ചതിലൂടെ അത് വെള്ളമാകട്ടെ, കാറ്റാകട്ടെ, മലയാകട്ടെ, മണ്ണാകട്ടെ, എന്തൊക്കെയാണ് കെടുതിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ സാധ്യമല്ല. അള്ളാഹിനോട് ചോദിക്കുകയാണ്. അതിന്റെ കൂടെ അടുത്ത ആയത്തിൽ തന്നെയാ ചോദിച്ചത്, ഒമിൻ ശദ്ദി ഗാസിഖിൻ ഇദാ വഖബ്, ഒമിൻ ശദ്ദി ഗാസിഖിൻ, ഇരുളടയുന്ന ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുന്ന സമയത്ത് അതിന്റെ കെടുതിയിൽ നിന്ന് ശരണം തേടുന്നു എന്നാൽ. രാത്രിയായി കഴിഞ്ഞാൽ, ഇരുൾ മൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഈ ലോകത്ത് ആ രാത്രിയുടെ മറവിലും ഇരുട്ടിലും ഇരുളിലും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കോ? ഒരിക്കലും സാധ്യമല്ല. അതാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും രാത്രിയായി കഴിഞ്ഞപ്പോ 2 മണിക്ക് ഉരുൾപൊട്ടി, അതുകൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചപ്പോ 4 മണിക്ക് വീണ്ടും ഉരുൾപൊട്ടി. ആ ശബ്ദമുണ്ടായ സമയത്ത് തൽക്ഷണം തന്നെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ഔട്ട് ഓഫ് ദർ ഇമാജിനേഷൻ, നമ്മുടെയും അവരുടെയും ഒക്കെ ഭാവനക്കതീതമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ കൂടെ ഈ പരീക്ഷണം അത് അവരുടെ കൈകടത്തൽ കൊണ്ടായിരിക്കുകയില്ല, എന്നാൽ പല ആളുകളും കൈകടത്തൽ നടത്തിയിട്ടുണ്ടാകാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യന്റെ കൈകടത്തലിന്റെ ഫലമായി കൊണ്ട് കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ചില ആളുകൾ ചെയ്തതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പല ആളുകളും ചെയ്തു കൂട്ടുന്നതിന്റെ ഫലം നിസ്സഹായരായ മനുഷ്യർ ഇനിയും എത്ര കാലം ഈ പരിസ്ഥിതിയിലോല പ്രദേശമായ 500-600 കിലോമീറ്റർ മാത്രമുള്ള ഈ കേരളക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്ന് ആലോചിക്കണം നമ്മൾ. ഇനിയും ഭരണാധികാരികളും അധികാരി വർഗങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരും കണ്ണു തുറക്കുന്നതിന് വേണ്ടി എത്ര ആളുകൾ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരും, അഥവാ മണ്ണിനടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ആലോചിക്കണം. 2013
ഡോക്ടർ മാധവ് ഗാഡ്ഗിലും 14 ആളുകളും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത്? കേരളത്തിൽ ഈ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രദേശങ്ങൾ പശ്ചിമഘട്ടം പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് എന്നാൽ ആ 20-ലധികം വയനാട്ടിൽ തന്നെ 20-ലധികം പഞ്ചായത്തുകളിൽ 10-ലധികം പഞ്ചായത്തുകൾ റെഡ് സോൺ ആണ് എന്നാൽ ആലോചിച്ച് നോക്കൂ. എന്നാൽ ആ പഞ്ചായത്തുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും, ഇനി മലപ്പുറമായിരുന്നാലും കോഴിക്കോടായിരുന്നാലും അതേപോലെ തന്നെ തൃശ്ശൂരായിരുന്നാലും പരിസ്ഥിതി പശ്ചിമഘട്ട ലോല പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികള് ആ മണ്ണിന്, ആ സ്ഥലത്തിന്, ആ പ്രദേശത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് ആവർത്തിച്ച് ആലോചിക്കണമെന്ന് വളരെ കൃത്യമായി മാധവ് ഗാഡ്ഗിൽ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് തള്ളിക്കളഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനും ജീവിച്ചിരിക്കാം. ഉദ്ധരിക്കേണ്ടി വരികയാണ്. 4-5 യുഗങ്ങളൊന്നും, അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രയോഗം, യുഗങ്ങളൊന്നും വേണ്ടി വരികയില്ല. അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം സർക്കാരുകൾ മുഖവിലക്കെടുക്കാതായപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, കേരളക്കരയിൽ ഇനിയും കെടുതികൾ ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനുഭവിക്കുന്നതിന് യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരികയില്ല. 4-5 വർഷങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഈ കേരളീയ ജനത അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആയുസ്സുണ്ടെങ്കിൽ ഞാനും അതിന് സാക്ഷ്യം വഹിക്കുമെന്ന് മാധവ് ഗാഡ്ഗിൽ പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമുക്ക് വികസനം വേണ്ടി വരും, വളർച്ച വേണ്ടി വരും, ഉപയോഗപ്പെടുത്തേണ്ടി വരും. പക്ഷെ ആ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഒരു പാരിസ്ഥിതിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കണം, ഒരു ഇക്കോ ഫ്രണ്ട്ലി ജീവിത ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം. അതല്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ മഴവർഷവും അഥവാ ഓരോ വർഷപാതവും ഓരോ മഴക്കാലവും വലിയ ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് കേരളീയ സമൂഹത്തെ നയിക്കുമെന്നതിന് 2018, 2019, 2021, 2023 നിങ്ങൾ ഇനി 2018 ശേഷം സ്ഥിതിഗതികൾ മാറി, കേരളത്തിന്റെ ചുറ്റുപാടുകൾ മാറി. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയും, പക്ഷെ ഈ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് അല്ലെ. നല്ല കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുടുംബസമേതം വയനാട്ടിലേക്ക് നമ്മൾ കയറാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നിപ്പോൾ ആ വയനാട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്, ആദി എന്താണ്, അവരെ കുറിച്ച് നമ്മൾ പോയി വരികയാണ്. അവിടെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് മഴക്കാലം വരുന്ന സമയത്ത് പണ്ടത്തേതുപോലെ മഴക്കാലത്തെ ആസ്വദിക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ അതിന്റെ കാരണക്കാർ ആരൊക്കെയാണ്? ഞാനടക്കമുള്ള നിങ്ങളാണ്. ആർക്കും അതിൽ നിന്ന് കൈകഴുകാൻ സാധ്യമല്ല എന്നും നമ്മുടെ ദുരമൂർത്ത ആഗ്രഹങ്ങൾ കൊണ്ട് പല ആളുകളുടെയും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 1, 2, 3 ആളുകൾ താമസിക്കുന്ന വീട് 5, 10, 15, 20, 25 ആളുകളും താമസിക്കാൻ പാകത്തിലുള്ള സൗധങ്ങളായി കെട്ടി ഉയർത്തപ്പെടുന്ന ആളുകൾക്ക് കൊണ്ടുവരുന്ന കല്ലുകളെ, കരിങ്കല്ലുകളെ, അതിന്റെ മെറ്റീരിയലുകൾ എവിടെ നിന്നാണ്? പടച്ചറബിന്റെ കോടതിയിൽ സ്ഥൂലമായി അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ പല ആളുകളും പലതിനും മറുപടി പറയേണ്ടി വരും. കാരണം ഓരോരുത്തരും അവരവർക്ക് വേണ്ട സാധന സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിലുപരിയായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അന്യായമായി ഭൂമിയിൽ ഇടപെടേണ്ടി വരും. അന്യായമായി ഇടപെടേണ്ടി വരുമ്പോൾ ജനസാന്ദ്രത അനുസരിച്ചുകൊണ്ടല്ല ഇടപെടുന്നത് എങ്കിൽ അതിന്റെ ദുരന്ത ഫലങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആരൊക്കെ ഇസ്രാഫ് കാണിച്ച, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ പല മാനങ്ങളിലാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല ഇസ്രാഫ്, വസ്ത്രത്തിൽ മാത്രമല്ല ഇസ്രാഫ്, വീട് നിർമ്മാണത്തിൽ ഇസ്രാഫ് ഉണ്ട്, എല്ലാത്തിലും ഇസ്രാഫ് ഉണ്ട്. നമ്മൾ നിർമ്മിക്കുന്ന കൊട്ടാര സമാനമായ വീട് കണ്ടാൽ നമ്മൾ വിചാരിക്കും ആദ്യ സമൂഹം, സമൂഹ ഗോത്രവും ആദ്യ സമൂഹവും ഉണ്ടാക്കിയതുപോലെ കാലാകാലം അങ്ങ് 180, 950 നൂഹ് നബിയുടെ ജനത താമസിച്ച കാലമത്രയും ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് നമ്മൾ വ്യാമോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും കഴിയോ? 10, 50, 60, 70, 80 വളരെ വിത്തിൻ 100 100 താഴെ വർഷം മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൗധങ്ങളും സംവിധാനങ്ങളെയും കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പുനർവിചിന്തനത്തിന് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണും മനുഷ്യരെയും തിരിച്ചറിയണം, ഭൂപ്രദേശങ്ങൾ തിരിച്ചറിയണം, മലഞ്ചെരുവുകൾ തിരിച്ചറിയണം, ലോല പ്രദേശങ്ങൾ തിരിച്ചറിയണം. സാക്ഷരരാകണം. നമ്മള് സാക്ഷരതയിൽ മലയാളികള് 100-ൽ 100 എന്ന് പറഞ്ഞാൽ പോരാ, ആ സാക്ഷരത വിഭിന്നമാകണം. ആ സാക്ഷരതയിൽ തിരിച്ചറിവ് നേടിയെടുക്കണം. എന്നിട്ട് പ്രായോഗികമായ ജീവിതത്തിലേക്കൊക്കെ ജീവിത സാക്ഷരത നമ്മൾ കൈവരിക്കണം. നോക്കും, മുണ്ടക്കൈ, ചൂരൽമല ആ പ്രദേശത്തുള്ള മണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോ ബ്ലാക്ക് ലാറ്ററൈറ്റ് മണ്ണാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. എന്താണ് ബ്ലാക്ക് ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രത്യേകത? അതിന്റെ കാഠിന്യം കുറവാണ് എന്നാണ്.
വെള്ളം വളരെ പെട്ടെന്ന് ഊർന്നിറങ്ങും. കാഠിന്യം കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് ഉരുൾപൊട്ടലിന് അഥവാ പുറത്തേക്ക് വരുന്നതിന് സാധ്യത കൂടുകയും ചെയ്യുമെന്ന്. അങ്ങനെ ഒരു സയന്റിഫിക്കായി കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള വൈജ്ഞാനിക അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തുള്ള മണ്ണിനെയും മലയെയും പ്രദേശങ്ങളെയും ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആ മണ്ണിൽ ഉണ്ടാക്കേണ്ട കൃഷി എന്താണ്, ആ മണ്ണിൽ നിർമ്മിക്കേണ്ട എടുപ്പ് എന്താണ്, ഏത് റിസോർട്ടാണ് അവിടെ സ്ഥാപിക്കാൻ കഴിയുക, എത്ര കിലോമീറ്ററുകൾ മാറി നിൽക്കണം, എവിടേക്കാണ് റോഡ് ഉണ്ടാക്കാൻ കഴിയുക, ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കേണ്ട നമ്മൾ എല്ലാ വികസനങ്ങളും എടുപ്പുകളും എടുത്ത എടുപ്പിലും റിസോർട്ടിലും അതേപോലെ തന്നെ വീട്ടിലും റോട്ടിലുമൊക്കെ വാഹനം ഓടിക്കാനും താമസിക്കാനും മനുഷ്യരില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വികസനത്തിന് എന്തർത്ഥമാണുള്ളത്? ചേതനയേറ്റ മൃതദേഹങ്ങൾ കണ്ട് ഒരു നേരത്തെ പശിയടക്കാൻ അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് രാവും പകലും നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്കാണ് പോകുന്നത് എങ്കിൽ പിന്നെ അതിന് എന്ത് വികസനം എന്നാണ് വിളിക്കുക? അതുകൊണ്ട് ഈ ദുരന്തങ്ങളെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകളെ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ലാ യതൂബൂന, ഒന്ന് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. ചെയ്തു കൂട്ടുന്നതൊക്കെ പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് നിങ്ങൾ തിരുത്താൻ സന്നദ്ധരാകണം. അതേപോലെ തന്നെ വലാഹും ഇതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും പാഠങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അറിയിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അതുണ്ടായപ്പോ തന്നെ ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയോ ചിലത് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ ഭൂകമ്പം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ആത്മീയമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഷ ഉണ്ട്. അതിന്റെ ഭൗതികമായതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹറി എന്നത്. എന്നാൽ അതുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് ആത്മീയമായ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ വിധിവിലക്കുകൾ ലംഘിക്കപ്പെടുന്നത്, ശിർക്ക് വ്യാപിക്കുന്നത്, അതേപോലെ തന്നെ അനാശാസ്യങ്ങൾ ആഭാസങ്ങളെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടായിത്തീരും. ഇനിയും ഇത്തരത്തിലുള്ള കുലുക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിതം തന്നെ അസാധ്യമായി തീരുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, വത്തഖൂ ഫിത്ന, ഒരു കുഴപ്പത്തെ, ഒരു പ്രശ്നത്തെ, ഒരു പരീക്ഷണത്തെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ആ പരീക്ഷണവും ശിക്ഷയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വിഭാഗം ആളുകളെ മാത്രമായിരിക്കില്ല ബാധിക്കൽ, എല്ലാ വിഭാഗത്തെയും മൊത്തത്തിൽ അത് ബാധിക്കും. എന്നാൽ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാലും അതിൽ അകപ്പെടുന്ന ആളുകളിൽ, ആത്മീയ ബോധമുള്ള ആളുകൾക്ക് അനശ്വര രക്ഷയുണ്ടാകുമെന്നാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടു, യുക്തിവാദികളായ ആളുകള്, നിരീശ്വര നിർമ്മതവാദികളായ ആളുകൾ പറയാ, പടച്ച റബ്ബ് എവിടെ, ദൈവടേന്ന്. പടച്ച റബ്ബൊക്കെ അവിടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ ഇത്തരത്തിലെ ചില സംഗതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മടങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി മാത്രവുമല്ല, പടച്ച റബ്ബിനെ കുറിച്ച് ബോധ്യമില്ല എങ്കിൽ, പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമില്ല എങ്കിൽ, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസമില്ല എങ്കിൽ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ആലോചിച്ച് നോക്കൂ നിങ്ങളെ. ഒരു രാവിനെ കഴിച്ചു കൂട്ടിയിട്ട് ജീവിതത്തെ ഫുൾഫില്ലാക്കാൻ കഴിയാതെ 100-300-ലധികം ആളുകൾ മരിച്ചു പിരിഞ്ഞ് 100-ലധികം ആളുകൾ മണ്ണിലടിയിൽ കിടക്കുമ്പോ അവരുടെ മോഹങ്ങളൊക്കെ പൂവണിയണ്ടേ? നഷ്ടപ്പെട്ട കുടുംബ ബന്ധുക്കൾ പരസ്പരം സമാഗമിക്കണ്ടേ? അവർക്ക് സംഗമിക്കാൻ സാധിക്കണ്ടേ? ആ കുഞ്ഞുങ്ങൾക്കൊക്കെ പുനർജീവിതം ലഭിക്കപ്പെടണ്ടേ? എന്നിട്ട് ആ രക്ഷിതാക്കളുടെ കൂടെ കാണുവാനുള്ള ഒരവസരം ലഭിക്കണ്ടേ? അതല്ലേ യുക്തിഭദ്രമായ ആശയം എന്ന് പറയുന്നത്? ആ ആശയമാണ് ആത്മീയത എന്ന് പറയുന്നത്. അതാണ് അനശ്വരമായ, അനന്തമായ, അനിഷേധ്യമായ പരലോക ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഉടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട മയ്യത്തിന്റെ സമീപത്തിരുന്ന് മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് സങ്കടപ്പെടുന്ന സമയത്തും പടച്ച റബ്ബിനെ സ്തുതിക്കാൻ പാകത്തിലേക്ക് ഒരു വിശ്വാസിയുടെ നാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം മാലിക് യൗമിദ്ദീൻ, അല്ലാഹു പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും, ഏത് കൂടി എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും റൂഹ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അത് ആലമുൽ അർവാഹിലാണ്. ആ ആത്മീയ ലോകത്ത് ആ റൂഹുണ്ട്. ഇനി പുനർജീവിതത്തിന്റെ അന്ന് നല്ല ശരീരത്തിലേക്ക് ആ റൂഹ് നൽകപ്പെടുകയും ആക്ടിവേറ്റഡ് ആവുകയും പിന്നെ വിചാരണയ്ക്ക് വിധേയമാകപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ഒരു പരിവവും പ്രയാസവും പരീക്ഷണവും ഇല്ലാത്ത സ്വർഗീയ ലോകത്തേക്കുള്ള പ്രവേശനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്കത് നൽകുമാറാകട്ടെ. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അങ്ങനെയുള്ള മരണങ്ങൾ, മുങ്ങി മരണങ്ങൾ, അതിനൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തസാക്ഷിത്വത്തിന്റെ ഷഹാദത്തിന്റെ ദറജയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സഹനം നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു പാഠമാക്കി തീർക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, ഫണ്ട് സമാഹരണങ്ങളിലൊക്കെ സജീവമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഈ മസ്ജിദിൽ വെച്ച് ഇന്നത്തെ ജുമാക്ക് ശേഷം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സമാഹരണം നടക്കുന്നുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം. ഒരാളുടെ പ്രയാസം നീക്കുമ്പോൾ അള്ളാഹു നമ്മുടെയും പ്രയാസം നീക്കുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുന്നതാണ്. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിളയും മഹബത്തും നേടിയെടുക്കുന്ന വിനയാന്വിതരായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിലെ ഏറെ പ്രയാസകരമായ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടക്ക് തന്നെയാണ്. അതല്ലെങ്കിൽ 300 ദിവസം പിന്നിട്ട 10 മാസങ്ങൾ കഴിയാനിരിക്കുന്ന ഫലസ്തീൻ ദുരന്തം മറ്റു പല സ്റ്റേജുകളിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിലെ മുണ്ടക്കൈ പ്രദേശത്തുള്ള ആ പ്രയാസം നമുക്കറിയാം. അതിലുപരിയായിക്കൊണ്ടുള്ള ദുരന്തങ്ങളാണ്, പ്രയാസങ്ങളാണ് ഗസ എന്ന് പറയുന്ന ചെറിയ തുരുത്തില് ഒരു സമൂഹം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കണം. ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവ്, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രായേലിന്റെ മൊസാദ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇറാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള അധികാര ചടങ്ങിന് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. അവിടെ വെച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തുന്നത്. ഈ അന്താരാഷ്ട്ര മര്യാദ എന്താണ്? നെതന്യാഹു എന്ന് പറയുന്നത് ലോക യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ കോർട്ട് ഫോർ ജസ്റ്റിസ്, അന്താരാഷ്ട്ര കോടതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ, ഇനിയൊന്നുമില്ല. എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതയെക്കുറിച്ച് പറയാൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാം ചെയ്തിട്ടും പല ആളുകളും നിസ്സംഗരായി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. അല്ലേശോക്കു, നിങ്ങൾ ലോകരാഷ്ട്രങ്ങള് കയ്യും കെട്ടി നോക്കി നിൽക്കുക. എന്താണ് ഇസ്മായിൽ ഹനിയ ചെയ്തത്, അല്ലെങ്കിൽ ഹമാസ് ചെയ്തത്? എന്താണ് ഫലസ്തീനിലെ പോരാളികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു രാജ്യത്ത് കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടോ? ഹമാസ് മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറയുന്ന കഥ പോലെ തങ്ങളുടെ ഭൂപ്രദേശത്ത് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാ. എന്നിട്ട് ആ സ്ഥലത്തിന്റെ എല്ലാ ഭാഗവും പിടിച്ചടക്കി. എന്നാലും വേണ്ടില്ല, നിങ്ങൾ ആ സ്ഥലത്ത് ജീവിച്ചോളൂ, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഫലസ്തീനിന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി നിങ്ങൾ അംഗീകരിച്ചു തരണം. ഞങ്ങൾ അംഗീകരിച്ചു തരൂല, അംഗീകരിച്ചു കൊടുക്കണം. ഐക്യരാഷ്ട്രസഭ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കൂല എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആർക്ക് സൈഡിട്ടാ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ മിമ്പറിൽ വെച്ച് ആ നീതിക്ക് വേണ്ടിയിട്ടും ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വിഷയത്തിലൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. ഇതിപ്പോൾ സംസാരിക്കാനുള്ള കാരണം ഇസ്മായിൽ ഹനിയയുടെ വേർപാട് തന്നെയാണ്. ഇസ്മായിൽ ഹനിയയുടെ വേർപാട് മാത്രമല്ല, ഇസ്മായിൽ ഹനിയയുടെ മക്കൾ, ആ ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തിൽ 60-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ അറിയോ? ടാർഗറ്റ് ചെയ്ത് കൊന്നത് ഇസ്മായിൽ ഹനിയുടെ മക്കളെ, പേരക്കുട്ടികളെ. നിങ്ങളുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇസ്മായിൽ ഹനിയയും ഏത് സമയത്തും കൊല്ലപ്പെടുമെന്ന ലക്കാണ്. റൻതീസി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്, അഹമ്മദ് യാസീൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ പലരെയും ടാർഗറ്റ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൽ ഇസ്മായിൽ ഹനിയയും അവസാനം കൊല്ലപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത് അല്ലെ, പല ആളുകളുടെയും മനോമുഖരത്തിലൂടെ എന്തിനാണ് ഇതിന് നിന്നത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാ, ഒക്ടോബർ 7 എന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മനോമുഖരത്തിലേക്ക് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് 1947 ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് മാസം പിറവിയെടുത്തു. ഓഗസ്റ്റ് 15 കടന്നു വരാനിരിക്കുകയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള അധിനിവേശ പോരാട്ടവുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിൽ നടന്ന വ്യത്യസ്ത തരത്തിലുള്ള പോരാട്ടങ്ങളുണ്ട് അല്ലെ. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടക്കും. നമ്മുടെ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു പോരാട്ടത്തെ നമ്മൾ അന്യായമെന്ന് പറയാറുണ്ടോ? ഇല്ല. ഗാന്ധിജി അഹിംസയിലൂടെയാണ് നേരിട്ടത് എന്ന് വെച്ച് എല്ലാവരും അഹിംസയായിരുന്നു എല്ലാവരുടെയും പോളിസി. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആലോചിക്കും എന്താ നമ്മൾ പറയുക? സുഭാഷ് ചന്ദ്രബോസ് INA എന്നാണ്, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാ, സായുധമായി ഇറങ്ങിത്തിരിച്ചതാ. ഈ മലയാള മണ്ണ് സായുധ പോരാട്ടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ വിഷയത്തിൽ എത്ര സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആലോചിക്കണം നമ്മളെ. അതേ രൂപത്തിൽ പലസ്തീനിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിൽ ആശാവഹമായ മറ്റൊരു പ്രതീക്ഷ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്നുണ്ട്. ഒരു അരക്ഷിതമായ മണ്ണായിട്ട് പല രൂപത്തിലും ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ തന്നെ ഈ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ഇസ്രായേലിലേക്കുള്ള പല ഫ്ലൈറ്റ് സർവീസുകളും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കമ്പനികളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും ഇങ്ങനെ അരക്ഷിതമായി കൊണ്ടിരിക്കുക, രണ്ട് രാഷ്ട്രങ്ങൾ അരക്ഷിതമാകുക, അത് അരക്ഷിതമാകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനൊരു പരിഹാര ഫോർമുലയിലേക്ക് എത്തിക്കണില്ല. എന്നിട്ട് സമാധാന ഉടമ്പടി എന്നൊക്കെ പറയുന്ന നാടകങ്ങള് അമേരിക്കയുടെ ഒത്താശയോടുകൂടി നടന്നുകൊണ്ടിരിക്കുക. സമാധാനത്തിന് വേണ്ടി രണ്ട് കക്ഷികൾ ഒരുമിച്ചിരിക്കുമ്പോ അതിൽപ്പെട്ട ഒരു കക്ഷിയെ കൊല്ലുന്നത് ഏത് സമാധാനമാണ്? എവിടുത്തെ സമാധാനം? അത് ഖത്തർ പ്രൈം മിനിസ്റ്റർ ചോദിച്ചത്. ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ചർച്ചയ്ക്ക് വരാനുള്ള ആളുകൾ കൊല്ലുക, എന്നിട്ട് സമാധാനത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുക. ഈ ജാതി കപട നാടകങ്ങള് ഇനിയും അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, അറബ് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, തങ്ങളുടെ കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നില്ല എങ്കിൽ മരണം 40,000-ഓളം എത്തി. അറിയിക്കണം, നമ്മള് പരിക്കേറ്റവർ 1,00,000 കടന്നു. ഒരു ദിവസം 30, 40, 60 എന്ന നിലക്ക് ഇങ്ങനെ അവിടെ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ക്യാമ്പുകളിലേക്ക്, അഭയാർത്ഥി ക്യാമ്പുകളിലെ സ്കൂളുകളിലേക്ക് മിസൈൽ കൊണ്ടുപോയിടുക, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുക. ആലോചിച്ച് എവിടെ മനുഷ്യർ മരിച്ചാലും നമ്മെ പ്രയാസപ്പെടുത്തുന്നതല്ലേ. എന്നിട്ട് അതിലൊന്നും ഒരു ധർമ്മത്തിന്റെ, ഒരു നീതിയുടെ, ഒരു മനുഷ്യാവകാശത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സമ്മർദ്ദ ശക്തികളായി തീരാനും നിലപാട് സ്വീകരിക്കാനും കഴിയാത്ത ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുക? അപ്പൊ പിന്നെ വരും നമ്മുടെ സംശയം, പടച്ചോൻ എന്താ ഇടപെടാത്തതെന്നാണ്. അള്ളാഹു എന്താണ് ഈ വിഷയത്തിൽ? അള്ളാഹു ഇടപെടേണ്ട സമയമായിട്ടില്ല എന്നാണ്. അതാണ് എന്റെ ഒരു നിരീക്ഷണം. കാരണം അള്ളാഹു ഇടപെടൽ എപ്പോഴാ? അള്ളാഹു ഇടപെടല് യാതൊരു നിർവാഹവും ഇല്ല എന്ന സമയത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന് മുമ്പിലെത്തിയപ്പോ അള്ളാഹ് ഇടപെട്ടു. കാരണം അവിടെ അള്ളാഹിന്റെ ഇടപെടല്ലാതെ ഇനി ഒരു ഇടപെടലും ഇല്ല. അങ്ങനെ ഒരു സങ്കീർണ സമയത്തും ആ സമയങ്ങളിൽ അള്ളാഹു ഇടപെടും. ആ ഇടപെടൽ അതൊരു ഇടപെടലുമായിരിക്കും. എന്നാൽ ഗസ, ഫലസ്തീൻ, ഇസ്രായേൽ വിഷയത്തിൽ ഫലസ്തീനിന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിയും ഗസയുടെ വിമോചനവും യുദ്ധം അവസാനിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തപ്പെട്ട 19 രാഷ്ട്രങ്ങൾക്കും അതിൽ തന്നെ ലോകത്തിന്റെ ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രങ്ങളെ ഇങ്ങനെ പല അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവർക്കൊക്കെ ഭൗതികമായി തന്നെ അതിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ആ പരിഹാരം ഉണ്ടാക്കാത്തത് എന്തേ എന്നല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുമെന്ന് അല്ലാഹു അഅലം എന്നേ നമുക്ക് പറയാനുള്ളൂ. ഏതായിരുന്നാലും അവിടെ ഫലസ്തീൻ വിഷയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ചൈനയുടെ മധ്യസ്ഥതയിൽ ഫലസ്തീനിലെ 10-ലധികം സംഘടനകൾ ഒന്നിച്ചു, ഹമാസും ഫത്തുഹും PLOയും എല്ലാം ഒരുമിച്ച് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാമെന്ന കരാറിനെ ചൈന സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതും വായിച്ച സമയത്ത് ഞാൻ ചിരിച്ചുപോയി. കാരണം ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിലെ സംഘടനകളൊക്കെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം ചൈനയെ ഏൽപ്പിക്കേണ്ട ഗതികേട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നോ? ആരാണ് അതിനൊക്കെ മാധ്യസ്ഥം വഹിക്കേണ്ടത്? UAE എവിടെ? സൗദി എവിടെ? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രങ്ങൾ എവിടെ? റിയാദിൽ വെച്ച് ഉച്ചകോടി നടത്തി അതിലേക്ക് അമേരിക്കയും ചൈനയും അങ്ങോട്ട് ക്ഷണിച്ച് ഫലസ്തീനിലെ സംഘടനാ പ്രതിനിധികളൊക്കെ ക്ഷണിച്ച് ഒരു മേശക്ക് ചുറ്റുമിരുന്ന് പരിഹാരം ഉണ്ടാക്കേണ്ട ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എവിടെയാ?
ഭരണാധികാരികൾ എവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി ചൈന അതിന് ആതിഥ്യം അരുളിയതിന്റെ പേരിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവരും തിരിച്ചറിയേണ്ട വസ്തുത അങ്ങേയറ്റത്ത് ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല ചൈന അതിന് ഇറങ്ങി പുറപ്പെടുന്നതും ചെയ്യുന്നതൊക്കെ. അതൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, അതൊരു ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതല്ലാതെ ഇസ്ലാമിക സമൂഹത്തോടും അവിടെ ഫലസ്തീനോടും അങ്ങേയറ്റത്തെ ആഭിമുഖ്യം ഉണ്ടായത് കൊണ്ടല്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ എല്ലാ മനുഷ്യാവകാശങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന ഒരു തുരുത്തായിട്ട് ചൈനയിലെ ഉയ്ഗൂർ എന്ന് പറയുന്ന പ്രവിശ്യ ആ ചൈന മാറ്റിക്കൊണ്ടിരിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ പല രൂപത്തില് കാര്യങ്ങളെ റീഡ് ചെയ്യണം. ഏതായിരുന്നാലും ഇസ്ലാമിക ഉമ്മത്ത് ഉയർത്തെഴുന്നേറ്റ് നിർവഹിക്കേണ്ടിടത്ത് നിർവഹിച്ചില്ല എങ്കിൽ ഇനിയും പല ദുരന്തങ്ങളും പ്രയാസങ്ങളും ഇസ്സത്തില്ലായ്മയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം രക്ഷ നൽകുമാറാകട്ടെ, ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. തൗഹീദിന്റെയും തവക്കുലിന്റെയും തഖ്വയുടെയും തസ്കിയത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ആശയ പരിസരവും വഴിയും വെളിച്ചവും അള്ളാഹു ഈ ഉമ്മത്തിന് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും നീ സ്വാലിഹായ കർമ്മങ്ങളായി കബൂൽ ചെയ്യണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങള്, അവരുടെ കുടുംബ ബന്ധുക്കൾ, ബാക്കിയുള്ളവർ തോരാ കണ്ണീരുമായി വയനാട് മുന്നോട്ട് പോകുന്നു. അള്ളാഹുവെ, നീ കാരുണ്യം നൽകണമേ, അവർക്ക് നീ കൂടുതൽ പ്രത്യാശ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, അതിൽ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ നാഥാ. അള്ളാഹുവെ, അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ നാഥാ. അത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം